തിരുവനന്തപുരത്ത് MSF മാർച്ചിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലീം മാലിക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്താണ് സംഭവിച്ചത്? ഈ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിയത്? വീണ, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട SFI തല്ലിക്കൊന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം CBI അന്വേഷിക്കണം എന്ന മുദ്രാവാക്യമാണ് MSF ഉയർത്തിയത്. അത് ഒരു കൊലപാതകമാണ്, SFI ആണ് സിദ്ധാർത്ഥിനെ കൊന്നത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു MSF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഒരു പ്രവർത്തകൻ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്നു. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് ഈ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോഴും ഉന്തും തള്ളും ഉണ്ടാകുകയാണ്. രൂക്ഷമായ മുദ്രാവാക്യമാണ് പ്രവർത്തകർ പോലീസിനെതിരെ മുഴക്കുന്നത്. ഈ കൊലപാതകത്തിൽ, അതല്ലെങ്കിൽ ഇത് ഒരു കൊലപാതകമാണ്, ആ കൊലപാതകത്തിൽ പോലീസ് SFIയെ സംരക്ഷിക്കുന്നു എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ മുഴക്കുന്നത്. ഏറെ നേരമായി തന്നെ ഈ ഉന്തും തള്ളും ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. ഇതേ വിഷയത്തിൽ അല്പസമയം മുൻപ് ആം ആദ്മി പാർട്ടി ഇവിടേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ പ്രതിഷേധമായി എത്തി. ഈ സെക്രട്ടേറിയറ്റ് പരിസരം സിദ്ധാർത്ഥ വിഷയത്തിൽ ഒരു സമര കേന്ദ്രമായി മാറുകയാണ്, സമര കലുഷിതമായി മാറുകയാണ്. തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരം അത് 3ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും അലോഷ്യസ് സേവിയറും ഒപ്പം ജബി മേത്രം ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ നിരാഹാരം ഇരിക്കുന്നു. അതിന്റെ സമാന്തരമായി സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുൻപിൽ നിരന്തരം മാർച്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടത്തിയ KSUവിന്റെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. MSFന്റെ മാർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയിൽ വലിയ ഒരു സമരത്തിലേക്ക്, അത് സെക്രട്ടേറിയറ്റ് പരിസരം ഒരു വലിയ സമര കേന്ദ്രമായി തന്നെ മാറുകയാണ്. സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MSF പ്രവർത്തകരുടെ മാർച്ചാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇപ്പോഴും തുടരുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരമായി വാക്കേറ്റം തുടരുകയാണ്. അതേസമയം പോലീസ് ജലപീരങ്കി ഉൾപ്പെടെയുള്ള ഒരു നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ നിലയിലുള്ള വാക്കേറ്റം, സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു വിടാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഈ സമരഗേറ്റിന് മുൻപിൽ കുത്തിയിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വലിയ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമരത്തിനൊരു ശരി സലീം മാലിക് വ്യക്തമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം KSUവിന്റെ മാർച്ച് നടന്നിരുന്നതാണ് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇന്നിപ്പോൾ MSFന്റെ ഈ മാർച്ച് വളരെയധികം വാക്കേറ്റം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ളൊരു വാക്കേറ്റമാണ് ഇപ്പോൾ കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. എന്താണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം? ഇനി എന്താണ് ഇതിന്റെ ഒരു തുടർ നടപടികൾ എന്നോണം കാര്യങ്ങൾ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും പോവുക? സലീം. വീണ, ഇപ്പോൾ ഈ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസ് CBI അന്വേഷിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഡീനിനെ പ്രതിപ്പട്ടികയിൽ ചേർക്കുക, അസിസ്റ്റന്റ് ഡീനിനെയും പ്രതിപ്പട്ടികയിൽ ചേർക്കുക എന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്നും ഈ പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകർ പോലീസിന് നേരെ കൊടികെട്ടിയ കമ്പുൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും വലിയ നിലയിലൊരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു പ്രതിഷേധം അതിരൂക്ഷമായി വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ MSF പ്രവർത്തകർ പോലീസിന് നേരെ മുഴക്കുന്നുണ്ട്. ഇതേ MSF പ്രവർത്തകർ വയനാട് കോളേജിലേക്കും വെറ്റിനറി കോളേജിലേക്കും മാർച്ച് നടത്തിയിരുന്നു. അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നൊരു നിലപാട്, കോൺഗ്രസും ഒപ്പം തന്നെ UDFുമായി സഹകരിക്കുന്ന മുഴുവൻ പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങും. തെരുവിലേക്ക് ഇറങ്ങിയ ശേഷം സമാനതകളില്ലാത്ത സമരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് സലീം മാലിക് ഒരു സമരവുമായി വ്യക്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാവുന്നതാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് MSF മാർച്ച് നടന്നിരിക്കുകയാണ്. പോലീസുകാരുമായുള്ള ഒരു വാക്കേറ്റമായിരുന്നു നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്.